ഓണം ബമ്പറിന്റെ ഭാഗ്യശാലിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കാണാമറയത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ് ആ ഭാഗ്യശാലി. 25 കോടി ലഭിച്ച ഭാഗ്യവാൻ ആര് അല്ലെങ്കിൽ ഭാഗ്യവതി ആര് എന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതിന്റെ തിരച്ചിലാണ്. അമൽദാദ് പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഭാഗ്യശാലിയെ തെരയാൻ. അമൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. 500 പോയി കിട്ടിയ സങ്കടത്തിലാണോ? വിനിഷ ഒരിക്കലും ഇല്ല, സന്തോഷത്തിലാണെന്നേ പറയൂ. കാരണം നമ്മളെ കൊച്ചി ബ്യൂറോയിൽ നിന്ന് എല്ലാവരും പിരിവിട്ട് ഈ ടിക്കറ്റ് എടുത്തിരുന്നു, ഓണം ബമ്പർ എടുത്തിരുന്നു. ഏകദേശം 5 ടിക്കറ്റുകൾ എടുത്തിരുന്നു. പക്ഷേ അതിൽ ഞാൻ പിരിവിട്ടിട്ടില്ല എന്നത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ബാക്കി എല്ലാവരും അതിനുവേണ്ടി പണം മുടക്കിയിരുന്നു. അന്ന് ഞാൻ മുടക്കിയിരുന്നില്ല, അതുകൊണ്ട് അതിൽ ചെറിയൊരു സന്തോഷം ഉണ്ട്. അതോടൊപ്പം ഇപ്പോൾ വലിയ തെരച്ചിലാണ് എല്ലാവരും, ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയിട്ടേ ഞാൻ ഈ വാക്കുകൾ വിശ്വസിക്കാമൽ. ഇല്ലില്ല, ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും വളരെയധികം നിർബന്ധിച്ചു. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇവിടെ എന്തായാലും ഇത് അടിക്കില്ല, ഓണം ബമ്പർ അടിക്കില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എടുത്തില്ല. അതെന്തായാലും നല്ല കാര്യം എന്ന് ഇപ്പോൾ തോന്നുന്നു. ഏകദേശം ഇവിടെയുള്ള എല്ലാവരും ക്യാമറമാരും ഒപ്പം തന്നെ നമ്മുടെ സാരഥികളും റിപ്പോർട്ടർമാരും എല്ലാവരും കൂടി ഏകദേശം ഒരു 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പ്രൈസും അടിച്ചിട്ടില്ല. ഇവിടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം എൻ്റെ സ്വന്തം അതായത് പേഴ്സണൽ സന്തോഷം അതും വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നുള്ളതാണ് ഇപ്പോൾ വിനിഷ ചോദിച്ചതുപോലെ തന്നെ. അതെ, അത് തന്നെയാണ്. അതായത് നമുക്ക് വെറുതെ കിട്ടുന്ന പണം നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ പണിയെടുക്കുന്നുണ്ട്, നമ്മൾ പണിയെടുക്കുന്നു, അതിന്റെ ശമ്പളം പറ്റുന്നു, അതിൽ ജീവിക്കുന്നു. യെസ്, അതെ, തീർച്ചയായും. അപ്പോൾ എങ്ങനെയാണ് ഈ ഭാഗ്യശാലി എവിടെയാണ്? നെട്ടൂർ വിട്ടു പോയിട്ടില്ല എന്നാണ് നെട്ടൂരിലെ ഏജന്റ് ഒക്കെ പറയുന്നത്. കൊച്ചിക്കാരൻ തന്നെ ആകുമോ? എന്താണ് അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ, ഭാഗ്യശാലി ആരാണെന്ന് നമ്മളോട് ആരെങ്കിലും പറയുന്നു? അങ്ങനെ തരത്തിലുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് അറിയുന്നുണ്ടോ? വിനിഷ, ആ ഒരു തെരച്ചിലിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം 1 മണിയോടുകൂടി ഈ ടിക്കറ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. അത് എടുത്തത് ആരാണ് എന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസത്തോടു കൂടി അതിൻ്റെ തിരച്ചിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ ആ ഭാഗ്യശാലി പുറത്തു വന്നിട്ടില്ല, പിടി തന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വൈറ്റ്ലിയുടെ ഓഫീസിൽ നിന്നുമാണ് ആ ടിക്കറ്റ് പോയതെന്ന് മനസ്സിലാക്കി എല്ലാവരും അവിടേക്ക് ആദ്യഘട്ടത്തിലെത്തുന്നു. പിന്നീട് ഈ നെട്ടൂർ സ്വദേശിയായ ഏജന്റ് ലതീഷാണ് അവിടെ നിന്നും ഏകദേശം 1200ഓളം ടിക്കറ്റുകൾ എടുത്തത്. അദ്ദേഹത്തിന്റെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടേക്ക് പോയി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു നെട്ടൂർ സ്വദേശിയാണ് ഈ ടിക്കറ്റ് എടുത്തതെന്ന രീതിയിൽ ചെറിയ സൂചനകൾ അദ്ദേഹം തന്നിരുന്നു. പക്ഷേ അതാരാണ്, പിന്നീട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. അദ്ദേഹത്തിന് ആളെ അറിയുമോ, അദ്ദേഹം പറയാത്തതാണോ എന്ന നിരവധി സംശയങ്ങളുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ആൾ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും നിലവിലില്ല എന്ന് തന്നെയാണ് അന്വേഷണങ്ങൾ. ഇന്നലെ രാത്രിയിൽ അടക്കം അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്ത് തന്നെയായാലും ഭാഗ്യശാലി നിലവിൽ ഇപ്പോൾ ഒളിവിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറനീക്കി പുറത്തു വന്നിട്ടില്ല. ക്യാമറയ്ക്ക് മുന്നിലോ ഒന്നും ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും നിലവിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു 1 കോടിയുടെ ഒരു ലോട്ടറി ടിക്കറ്റ് നറുക്കെടുപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗ്യശാലിയെ നിലവിൽ ഇതുവരെ അറിയാൻ വേണ്ടി സാധിച്ചില്ല. അതും ഈ ലതീഷിൻ്റെ ഈ ഏജൻസിയുടെ ഭാഗമായി, അതായത് ഭഗവതി ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് എടുത്ത വ്യക്തിക്ക് തന്നെയായിരുന്നു ആ ഒരു 1 കോടി അടിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു 2 മാസം മുൻപ്. അത് ആരാണെന്ന് നിലവിൽ ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുപോലെ ഇതും ഇങ്ങനെ കാലങ്ങളോളം ആരാണെന്ന് അറിയാതെ മുന്നോട്ട് പോകുമോ എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. എന്ത് തന്നെയായാലും ആ ഒരു തെരച്ചിൽ നിലവിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ നമുക്ക് ആ ഭാഗ്യശാലി ആരാണ് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നെട്ടൂർ സ്വദേശിയാണ് എന്ന ചെറിയ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. നെട്ടൂരിൽ നിന്നുള്ള ഏജന്റ് ലതീഷിന്റെ കയ്യിൽ നിന്നുമാണ് ടിക്കറ്റ് വാങ്ങിയത്.
വാങ്ങിയത്. അദ്ദേഹം നൽകിയ ഒരു സൂചനയാണ്. നെട്ടൂരിൽ തന്നെയുള്ള ഒരു ആൾക്കാണ് ഇത് അടിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ ചെറിയ സൂചന നൽകിയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതായത് തൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു ഈ നറുക്കെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ. അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു തനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ ലതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നിട്ടില്ല. എന്ത് തന്നെയായാലും ആർക്കാണ് ടിക്കറ്റ് ലഭിച്ചത് എന്നത് നിലവിൽ ഇപ്പോഴും ആ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതോടൊപ്പം ഈ ഒരു ടിക്കറ്റ് നറുക്കെടുപ്പ് കഴിഞ്ഞ ആ ഒരു ആദ്യഘട്ടം മുതൽ തന്നെ എത്ര രൂപ ഒരാൾക്കും കിട്ടും എന്നത് വലിയ ഒരു ആകാംക്ഷ നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഇതിലെ ഭാഗ്യശാലിക്ക് കിട്ടുന്നത് ഈ 25 കോടിയിൽ അതിലെ മറ്റ് ടാക്സ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയാൽ ഒരു 13 കോടിക്കടുത്ത് രൂപ ആണ് കിട്ടുക എന്നാണ് നിലവിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ടിക്കറ്റ് വിറ്റ ഏജന്റ് ലതീഷിന് ഈ ഒരു ടിക്കറ്റിന്റെ സമ്മാനത്തുകയുടെ 10%, അതായത് 25 കോടിയുടെ 10%, ഈ 2.5 കോടി രൂപ കിട്ടുമെന്നാണ് അറിയുന്നത്. ഇത് അദ്ദേഹത്തോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇത്രയും എമൗണ്ട് കിട്ടുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷം എന്താണെന്നൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം വളരെ ഹാപ്പിയാണ്. അതായത് ഈ 25 കോടിയുടെ 10%, 2.5 കോടി രൂപ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഒരു തുകയാണ്. അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു തുകയാണ്. ഇനി തൻ്റെ ജീവിതം ഒരു രാജകീയമായിരിക്കും എന്ന രീതിയിലൊക്കെയായിരുന്നു അദ്ദേഹം തമാശ രൂപത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ലതീഷ് ഏട്ടൻ, ഈ ഏജന്റായിട്ടുള്ള ലതീഷ് ഏട്ടൻ വളരെ ഹാപ്പിയാണ്. ഒപ്പം തന്നെ ഭഗവതി ഏജൻസി വളരെ ഹാപ്പിയാണ്. ഒപ്പം തന്നെ നെട്ടൂരുകാരൊക്കെ വളരെ ഹാപ്പിയാണ്. ഈ ലതീഷ് ഏട്ടൻ്റെ കടയിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നവരൊക്കെ വളരെ ഹാപ്പിയാണ്. അതായത് ആർക്കാണ് ടിക്കറ്റ് ലഭിച്ചത് എന്നൊന്നും അറിയില്ല, പക്ഷേ ലതീഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്നും ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് അത് അടിച്ചിരിക്കുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്നതാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാവരും ഈ നാട് മുഴുവൻ ആ ഒരു ഭാഗ്യശാലിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അതിനപ്പുറം നാട്ടിനപ്പുറം നമ്മുടെ കേരളം മുഴുവൻ അത്തരത്തിലുള്ള തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ ആരാണ് ആൾ എന്ന് നിലവിൽ ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തിനായാലും ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഈ ടിക്കറ്റ് തനിക്കാണ് അടിച്ചത് എന്ന് അറിഞ്ഞാൽ പലരും തന്നെ സമീപിച്ചേക്കാൻ എന്നൊരു ഭയമൊക്കെ ഉണ്ടാകും. കാരണം പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ടിക്കറ്റ് അടിച്ചവർക്ക് പിന്നീട് മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യമൊക്കെ മുന്നേ തന്നെ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. അവരെ തുടരെ സഹായങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുന്നു, അവരുടെ വീടുകളിൽ വന്ന് സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അത്യാവശ്യം ഇത്തരത്തിൽ ഈ ഒരു ടിക്കറ്റ് അടിച്ചതിനെ തുടർന്ന് ആ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ അടക്കം നിരവധി ഭാഗ്യശാലികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നൊരു ഭയം കൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം പുറത്തു വരാത്തത്. എന്ത് തന്നെയായാലും ഉടൻ തന്നെ ഈ ഒരു ഭാഗ്യശാലി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നെട്ടൂരുകാരടക്കം എല്ലാവരും ഉള്ളതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിനിഷ. അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ ഭാഗ്യശാലിക്കുണ്ടെങ്കിൽ ടിക്കറ്റ് കൈരളി ഏൽപ്പിക്കുകയോ നമ്മൾ നോക്കിക്കോളാം ബാക്കിയെന്നാണ് അമൽ. തീർച്ചയായും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആ ഒരു ഭയം കൊണ്ട് തന്നെ ആകാം അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു കാര്യം പുറത്ത് പറയാത്തത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും എല്ലാവരും അദ്ദേഹത്തിന് പുറകിൽ ആരാണ് അയാൾ എന്ന ആ ചോദ്യവുമായി ഈ നെട്ടൂർ പ്രദേശത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. ഉടൻ തന്നെ ആ ഭാഗ്യശാലി ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഒരു പ്രതീക്ഷയുള്ളത് നിലവിലിപ്പോൾ. ശരി, താങ്ക് യു അമൽ. ഏതായാലും ഭാഗ്യശാലിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല.